ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാര്യങ്ങൾ മൊത്തത്തിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. കാരണം പ്രിയയുടെ കല്യാണം നടക്കില്ല എന്ന് ഇവർ തീരുമാനിക്കുന്ന സമയത്ത് അവർക്ക് എത്രയും പെട്ടെന്ന് നിശ്ചയം നടത്തണമെന്നുള്ള കാര്യം അവർ പറഞ്ഞതായിട്ട് അവരറിയിച്ചത് ഇവിടെ പറയുന്നു. അപ്പോൾ അടുത്ത ഞായറാഴ്ച തന്നെ നടത്തണമെന്ന് അവർ പറഞ്ഞു. എല്ലാവർക്കും ആകെ ടെൻഷനായി. ഇപ്പോൾ ഞാൻ പറഞ്ഞത് എങ്ങനെ ഇരിക്കുന്നു? നേരത്തെയും കാലത്തെയും അവരോട് സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഈ ഗതി വരുമായിരുന്നു എന്ന് ലക്ഷ്മി ചോദിച്ചപ്പോൾ, എൻ്റെ പൊന്ന് ലക്ഷ്മി, നീ ഒന്ന് നാവടക്കാൻ പറഞ്ഞു മഹേശ്വരൻ. അതെന്താ എനിക്കൊന്നും ഈ വീട്ടിൽ പറയാൻ പാടില്ല എന്ന് ലക്ഷ്മി ചോദിച്ചു. നീ പറയുന്നത് മുഴുവൻ നീ തൽക്കാലം നമ്മുടെ താല്പര്യക്കുറവ് നമ്മൾ അവരോട് പറയേണ്ടതില്ലെന്നും പിങ്കിമോള് പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും കൂടി പ്രിയയോട് ഒന്ന് സംസാരിച്ച് അവളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ ശ്രമിക്കാമെന്ന് പറയുവാണ് വല്യമ്മ. ഇപ്പം ചെറിയ മുറിവേ ഉള്ളൂ, അത് വലിയ വ്രണമാക്കി മാറ്റണ്ടെന്ന് ഗൗതം നേരം പറഞ്ഞു. ഈ വീട്ടിൽ പ്രിയ തീരുമാനിക്കുന്നത് മാത്രം നടന്നാൽ മതിയോ എന്ന് ചോദിച്ചു വല്യമ്മ. അന്നേരം പിങ്കിമോള് വലിയ ആളായിട്ടിരിക്കാം, അവളുടെ രക്ഷകർത്താക്കളല്ലേ നമ്മുടെ തീരുമാനം അവൾ അംഗീകരിക്കേണ്ടതല്ലേ, അവളത് ചെയ്യണ്ടേന്ന് ചോദിച്ചപ്പോൾ, അത് അംഗീകരിച്ചതുകൊണ്ടാണല്ലോ പ്രിയച്ചെടി ഒറ്റപ്പെട്ട ജീവിതമെന്ന് ഗൗതം അന്നേരം ചോദിച്ചു. എന്തായാലും എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും അതെടുത്ത് ചാടി എടുക്കണ്ട, നമുക്ക് ഏട്ടത്തി പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞപ്പോൾ, എന്ത് വേണമെങ്കിലും ആയിക്കോ, പക്ഷേ ഞാൻ പ്രിയേച്ചിയുടെ കൂടെ നിൽക്കൂ, അതിലാർക്ക് വേദനിച്ചാലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഗൗതം അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ ഗൗതം കയറി പോകാൻ തുടങ്ങിയപ്പോഴേക്കും പിങ്കി ഗൗതത്തിൻ്റെ അടുത്തേക്ക് വരിക. ഒരാളുടെ മനസ്സ് കാണാനുള്ള കഴിവ് ഇല്ലല്ലേ എന്നും ചോദിച്ച്, എത്ര പെട്ടെന്നാ മനുഷ്യൻ്റെ ആദർശങ്ങൾ മാറി മറിയുന്നതൊന്നുമല്ല, കൺമുന്നിൽ കാണുമ്പോഴേ മാറ്റുന്നതാണെന്ന് ഗൗതം പിങ്കിയുടെ മുഖത്ത് നോക്കിയ നേരം പറഞ്ഞു. പരസ്യമായി പിങ്കിയെ ആക്ഷേപിച്ചിട്ട് നമ്മുടെ ഗൗതം അങ്ങ് കയറിപ്പോയി. ഗൗതം കയറിപ്പോയി കഴിയുമ്പോൾ പിങ്കി നാണം കെട്ടിങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ സമയത്ത് അവൾ ഒറ്റ ഒരുത്തിയാ ഗൗതത്തിന് ഇതുപോലെ മാറ്റിയെടുത്തത്. അവൾ എന്തൊക്കെയോ ഓതിക്കൊടുത്തതാണെന്നൊക്കെ പറയുന്ന അരുന്ധതിയോട് അതിന് തലേണ മന്ത്രം എന്നല്ലേ പറയുന്നതെന്ന് ഈ പവിത്ര കയറി ചോദിക്കുന്നു. എന്തായാലും തൽക്കാലം നീ അവരോട് മറിച്ചൊന്നും പറയണ്ടെന്നും നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാമെന്നും അരുന്ധതി പറയുന്നു. എന്തായാലും വരട്ടെ, വരുന്നിടത്ത് വെച്ച് തന്നെ അത് നമുക്ക് കാണാമെന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതി ഇങ്ങനെ പറയുമ്പോൾ പിങ്കിക്ക് സന്തോഷമായി. ഒരടിക്കും പിടുത്തത്തിനുള്ള സാഹചര്യം അവിടെ ഒരുങ്ങുന്നുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ അവരവിടെ എന്തെല്ലാം തീരുമാനിക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ നന്ദ ഇങ്ങനെ റൂമിൽ ഇരുന്ന് ആലോചിക്കുക, എല്ലാം ഗൗതം സാറിനോട് തുറന്നു പറഞ്ഞാലോ എന്ന്. VK സാറ് പ്രിയേച്ചിയുടെ വസന്താണെന്നുള്ള സത്യം സാറിനോട് തുറന്നു പറഞ്ഞാലോ, ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചാൽ ഈശ്വര അത് വലിയ പ്രശ്നമായാലോ, എൻ്റെ ഹൃദയം പൊട്ടിപ്പോവാണല്ലോ എന്നൊക്കെ ഇങ്ങനെ നന്ദ അവിടെ നിന്ന് ചിന്തിക്കുക. ഗൗതം സാറിനോട് എല്ലാം ഞാൻ തുറന്നു പറയാൻ പോവാം, എല്ലാം തുറന്നു പറയാം, പക്ഷേ എല്ലാ സാറിനോട് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ പ്രിയേച്ച് വി കെ സാറിനെയും എങ്ങനെയെങ്കിലും ഒരുമിപ്പിച്ചേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ അവിടെ ഇരിക്കുമ്പോൾ ഗൗതം അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ആ ജഗന്നാഥൻ ചേച്ചൻ ഒറ്റ ഒരുത്തനാ ഈ ഏടാകൂടത്തിൽ എല്ലാത്തിനും കാരണമെന്നും വീടും ജോലിയൊക്കെ ആയിട്ട് പ്രിയേച്ചി നോർമൽ സാഹചര്യത്തിൽ ഹാപ്പി ആയിട്ട് കഴിയായിരുന്നു, അപ്പോഴാണ് ഒരു കല്യാണാലോചന പൊക്കിപ്പിടിച്ചുകൊണ്ടുള്ള വരവെന്നും പറഞ്ഞ് ഗൗതം വന്ന് നന്ദയോട് പറയണം. ആ സമയത്ത് നമ്മുടെ നന്ദ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുക പറയാൻ വേണ്ടിയിട്ട്, കല്യാണം ഇന്ന് വൈകുന്നേരം നടത്തിയാലേ അവർക്ക് കുഴപ്പമില്ലെന്നുള്ള മട്ടിൽ അവരുടെ നടപ്പ്. എല്ലാവരും കൂടെ ചേർന്ന് പ്രിയേച്ചിയുടെ മനസമാധാനം കളഞ്ഞു എന്ന് തന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ, ആ കല്യാണം നടത്താൻ പ്രിയേച്ചി മാത്രമല്ല ഞാനും സമ്മതിക്കില്ലെന്ന് നമ്മുടെ നന്ദ അന്നേരം പറഞ്ഞു. അല്ല, നീ കാലു മാറിയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ലല്ലോ നന്ദ. തക്കതായിട്ടുള്ള കാരണം ഉണ്ടായിട്ട് തന്നെയാണെന്ന് വിചാരിച്ചോളാൻ പറഞ്ഞപ്പോൾ, എന്ത് കാരണമാണെന്ന് ചോദിച്ചു. ആകാശം ഇടിഞ്ഞു വീണാലും ഈ കല്യാണം പ്രിയേച്ചിക്ക് വേണ്ടാന്ന് പറഞ്ഞു നമ്മുടെ നന്ദ. അപ്പോൾ മരണം വരെ പ്രിയേച്ചി ഇവിടെ ഇങ്ങനെ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന വിധവയായിട്ട് കഴിയണമെന്നാണ് നിന്റെ ആഗ്രഹം? ഈ കല്യാണം വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെയോ, പ്രിയേച്ചിയുടെ പഴയ ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നല്ലേ പറഞ്ഞതെന്ന് നന്ദ ഗൗതത്തിനോട് പറയണം. അവർക്ക് തമ്മിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവരുടെ പുനർവിവാഹം നടക്കട്ടെ എന്നും പറഞ്ഞു. അതല്ലേ നല്ലത്. അപ്പോൾ മിണ്ടിപ്പോകരുത് എന്നും പറഞ്ഞ് ഗൗതം ദേഷ്യപ്പെടുക. പ്രിയേച്ചിയെ വരെ കാട്ടുമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുത്താലും ആ ദ്രോഹിക്ക് കൊടുക്കുന്ന പ്രശ്നമില്ലെന്ന് നന്ദയോട് തറപ്പിച്ച് ഗൗതം പറയുന്നു. അങ്ങനെ വല്ലതും ചെയ്യേണ്ടി വന്നാലേ പൊറുക്കില്ല മഹാദേവന്റെ വലിയച്ഛൻ്റെ ആത്മാവ്. നിങ്ങൾ വിശ്വസിക്കുന്നതെല്ലാം തെറ്റാണെങ്കിലോ ഗൗതം സാർ? യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ നിരപരാധിയാണെങ്കിലോ എന്ന് നന്ദ ചോദിച്ചു. അയാൾ തന്നെയാ ഞങ്ങളുടെ വലിയച്ഛന് മരണത്തിന് ഉത്തരവാദി, ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അപ്പം ഞാനത് വിശ്വസിക്കുന്നില്ലെന്നും നിങ്ങൾ ആ മനുഷ്യനെ തെറ്റിദ്ധരിച്ചതാണെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നതെന്ന് പറയുമ്പം, അത് നിനക്കെങ്ങനെ അറിയാമെന്ന് ചോദിച്ചു ഗൗതം ചോദിച്ചു. എനിക്കറിയാം എന്ന് പറഞ്ഞു നന്ദ. നീ കണ്ടിട്ടില്ലാത്ത, നീ കേട്ടിട്ടില്ലാത്ത വിദൂരമായ തെമ്മാടി, അയാൾ നിരപരാധിയാണ് നീ എങ്ങനെ പറയൂന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ശുദ്ധനാ, അയാൾ പെർഫെക്റ്റ് ആണെന്ന് തർപ്പിച്ച് പറഞ്ഞപ്പം, എന്താണെന്നതാ, നിനക്ക് അയാളെ അറിയോ? നീ അയാളെ കണ്ടിട്ടുണ്ടോ? നിനക്ക് അയാളെ പരിചയം ഉണ്ടോയെന്ന് അങ്ങനെ ഗൗതം ചോദിച്ചപ്പോൾ നന്ദ തറപ്പിച്ചിങ്ങനെ നോക്കി നിൽക്കുക. നീ എന്ത് ധാരണയിലാണ് അയാൾ നിരപരാധിയാണെന്ന് ഉറപ്പിച്ച് പറയുന്നത്? അയാൾ നിരപരാധിയും നല്ലവനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണെന്ന് നന്ദ പറഞ്ഞപ്പോൾ, നന്ദ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു. അപ്പോൾ അതിനൊരു അർത്ഥമില്ല എന്ന് പറഞ്ഞു നന്ദ.
ഓഹോ, അപ്പോൾ എൻ്റെ മുന്നിൽ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട് നീ അല്ലേന്ന് ചോദിച്ചു. അതിന് നന്ദി ഒന്നും മിണ്ടുന്നില്ല, മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. അതിൻ്റെ അർത്ഥം നിനക്ക് ഞാനിപ്പോഴും അന്യൻ തന്നെയാണെന്നുള്ളതല്ലേ എന്നിങ്ങനെ ഗൗതം ചോദിച്ചേ. എന്നാൽ എന്നോട് പറയാം, എന്താ നീ ഒളിപ്പിക്കുന്ന രഹസ്യം നീ എന്നോട് പറയാനായിട്ട് ഗൗതം നിർബന്ധിക്കുക. നന്ദ മിണ്ടുന്നില്ല. നിനക്ക് എന്നെക്കാളും വലുതാണോ നീ ഒളിപ്പിക്കുന്ന രഹസ്യം എന്ന് ചോദിച്ചപ്പം അത് പിന്നെ പ്രിയേച്ചിയുടെ ആളെ എനിക്ക് അറിയാം സാർ എന്നുള്ള കാര്യം നമ്മുടെ നന്ദ ഗൗതത്തിനോട് പറയുക. ഇത് കേട്ട് ഗൗതം ഞെട്ടിപ്പോയി. എനിക്ക് പരിചയമുണ്ടെന്നുള്ള കാര്യവും നമ്മുടെ നന്ദ പറയണം. ഞാൻ സംസാരിക്കുകയും ചെയ്തു എന്നും പറഞ്ഞു. ഗൗതത്തിനത് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ. പ്രിയേച്ചിയുടെ വസന്ത്, അയാൾ ആ മനുഷ്യൻ തന്നെയാ ഞങ്ങളുടെ VK സാർ എന്നുള്ള കാര്യം നമ്മുടെ നന്ദ ഗൗതത്തിനോട് പറയുക. ഗൗതം നടുങ്ങിപ്പോയി, ഞെട്ടിപ്പോയി. ഗൗതം ഇങ്ങനെ അറിയാതെ പിറകോട്ട് നടന്ന് പോവുക. അങ്ങനെ നമ്മുടെ ഗൗതത്തിനോട് എല്ലാ കാര്യങ്ങളും നമ്മുടെ നന്ദ തുറന്ന് സംസാരിച്ചു. അങ്ങനെ അത് കേട്ട് ഗൗതം ഞെട്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതിനെന്ത് ഉത്തരം കൊടുക്കണമെന്ന് ഗൗതത്തിന് അറിയില്ല. ഒരു നിമിഷം ഗൗതവും ഇങ്ങനെ സ്തംഭിച്ച് നിന്നുപോയി. ആ സമയത്ത് അവിടെ പിങ്കി 2 വട്ടം വരച്ച് അതിൽ പ്രിയയുടെയും നന്ദയുടെ ഒക്കെ പടം വരച്ചിട്ട് അതിനകത്ത് കുറേ ഗോഷ്ഠിയൊക്കെ കാണിക്കുക. ഈ കല്യാണം നടക്കേണ്ട എൻ്റെ ആവശ്യമാണെന്നും ഈ വീട്ടിൽ നന്ദയുടെ പക്ഷം പിടിക്കുന്ന പ്രബലയായ ശത്രുവാണ് പ്രിയേച്ചി. ആ പ്രബല ശത്രു ഈ കല്യാണം നടന്നാൽ എന്നേക്കുമായിട്ട് ഇവിടെ നിന്ന് ഒഴിവായി പൊയ്ക്കോളും. അപ്പോൾ എനിക്ക് എളുപ്പമായി. അപ്പോൾ ഈ കല്യാണം നടന്നേ തീരൂ. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും എനിക്ക് ഈ കല്യാണം നടത്തണമെന്ന് പിങ്കി ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ആ പേരൊക്കെ വെട്ടി എന്തൊക്കെയോ കുത്തിക്കുറിച്ചുകൊണ്ട് ആ പണ്ടാരം അവിടെ അങ്ങനെ ഇരിക്കുക. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞു. അങ്ങനെ അവിടെ ഇങ്ങനെ പൂജമട്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നന്ദ എന്തൊക്കെയോ കള്ളക്കളി ചെയ്യുന്നുണ്ടല്ലോ. അവളെ ആരോ ഫോൺ വിളിച്ചു. പെണ്ണ് കാണുന്നതിന് തൊട്ട് മുൻപ് വരെ അവൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ആ കോള് വന്നതോടുകൂടി അവളുടെ സ്വഭാവത്തിൽ ആ മാറ്റം വന്നത്. അവളെ ആരായിരിക്കും വിളിച്ചതെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരുന്ന് വരച്ചും കുറിച്ചും ഇരിക്കുന്ന സമയത്ത് പവിത്ര അതിൽ വന്നു. പവിത്ര ഇത് കാണുക പുറകിൽ നിന്നേ. അപ്പോൾ ഗുരുശിഷ്യ ബന്ധത്തിനപ്പുറമുള്ള എന്തോ ഒരു ബന്ധം അവളും ആ VK സാറും തമ്മിലുണ്ട്. നിഗൂഢമായൊരു ബന്ധം അവർ തമ്മിലുണ്ടെന്നൊക്കെ അവിടെ ഇരുന്ന് പിങ്കി ഇങ്ങനെ ചിന്തിക്കുക. പവിത്ര നേരം പതുക്കെ ഇങ്ങനെ വന്നിട്ട് ഈ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ കാണും. എന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം അങ്ങനെ ആ ഒരു സംസാരവും ഈ മനസ്സുകൊണ്ട് ഇവള് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ VK സാറിൽ എന്തോ രഹസ്യമുണ്ട്, അതെനിക്ക് കണ്ടെത്തിയേ പറ്റൂ. മണം പിടിച്ച് ഞാൻ അയാൾക്ക് അരികിലേക്ക് എത്തും, മോളത്തിൽ ചെന്ന് കണ്ടെത്തണമെന്നും പറഞ്ഞു. എന്നിട്ട് എഴുന്നേറ്റ് തിരിഞ്ഞങ്ങ് നിൽക്കുമ്പോഴേക്ക് ഈ പവിത്രയെ കണ്ടു. പവിത്ര ചമ്മിപ്പോയി. പവിത്ര, നീ എന്താടി ഇവിടെ വന്നിങ്ങനെ മിണ്ടാതെ നിൽക്കുന്നതെന്ന് പിങ്കി എന്തായാലും ചോദിച്ചു. അയ്യോ ഞാൻ വെറുതെ ഇങ്ങനെ നിന്നതാ, ഇത് എന്താ കളിയാ പിങ്കി ചേച്ചി ഇപ്പോൾ കളിച്ചുകൊണ്ടിരുന്നതെന്ന് പവിത്ര ചോദിച്ചു. അപ്പോൾ വട്ടത്തിൽ ത്രികോണമൊക്കെയിട്ടുള്ള കളിയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പിങ്കി ഒന്നും മിണ്ടുന്നില്ലേ. എന്നെയും കൂടി ഒന്ന് ഇത് പഠിപ്പിച്ച് തരുമോ, ഞാനും കൂടെ കളിക്കാൻ കൂടാന്നേ. അപ്പോൾ ഇത് കളിയൊന്നും അല്ല പവിത്ര, പിന്നെന്താ ഇൻവെസ്റ്റിഗേഷൻ ആണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ എന്താ, നിന്റെ നന്ദേച്ചിയെ പൂട്ടാനുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി ഇങ്ങനെ പറയാം. കുറച്ച് ദിവസത്തേക്ക് ഞാൻ വെറും പിങ്കി അല്ല CID പിങ്കിയാണെന്നും പറഞ്ഞു. പിങ്കി അത്രയും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോയി. പവിത്ര അന്നേരം നിന്ന് ആലോചിക്കാം. പുള്ളിക്കാരി എന്തൊക്കെയോ കണക്ക് കൂട്ടി ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് പറഞ്ഞു പവിത്ര ഇങ്ങനെ വളരെ പ്രതീക്ഷയോടെ അവിടെ നിൽക്കുന്നു. ഇതേ സമയത്ത് ഗൗതവും നന്ദയും റൂമിൽ ആകെ ടെൻഷനില്ല. കാരണം കഥകളൊക്കെ അറിഞ്ഞല്ലോ. അപ്പോൾ നിനക്ക് ഉറപ്പാണോ നിൻ്റെ VK സാറ് പ്രിയേച്ചിയുടെ വസന്താണെന്ന് ഗൗതം ചോദിച്ചപ്പോഴേക്കും അതേ ഗൗതം സാറെന്ന് പറഞ്ഞു. ഗൗതത്തിന് ടെൻഷൻ കൂടി. നന്ദ ഈ വിവരം ഈ വീട്ടിൽ ആരും അറിയാൻ പാടില്ല, പ്രത്യേകിച്ച് പ്രിയേച്ചി അറിയരുതെന്നുള്ള കാര്യം ഗൗതം നന്ദയോട് പറയാം. ഈ കുടുംബത്തിൽ ഇപ്പോൾ സ്വസ്ഥതയും സമാധാനവും ഉണ്ട്. അത് തകർത്താൽ പിന്നെ ആരുടെ ജീവിതത്തിലും മനസമാധാനം ഉണ്ടാകില്ലെന്നുള്ള കാര്യം നമ്മുടെ ഗൗതം നന്ദയോട് പറയണം. കാരണം അയാൾ ഈ കുടുംബത്തിൻ്റെ ആജന്മ ശത്രുവാണെന്നുള്ള കാര്യങ്ങളും നമ്മുടെ ഗൗതം നന്ദയോട് പറയാം. അയാളോടുള്ള നിന്റെ ഈ സോഫ്റ്റ് കോർണർ അതേ കുടുംബം സഹിക്കില്ലെന്നെന്താന്ന് പറഞ്ഞപ്പം നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നതെല്ലാം തെറ്റിദ്ധാരണ ഗൗതം സാർ എന്ന് പറഞ്ഞപ്പം ഷട്ടപ്പ് എന്നും പറഞ്ഞ് ഗൗതം ദേഷ്യപ്പെട്ടു നന്ദയോട്. ഇന്നലെ ഈ കുടുംബത്തിലേക്ക് കയറി വന്ന നീയാണോ അയാൾക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഇങ്ങനൊരു തീർപ്പ് കൽപ്പിക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുകയാണ് ഗൗതം നന്ദയോടെ. അയാൾ കാട്ടിയ ക്രൂരതയുടെ ദുരന്തം പ്രിയേച്ചി ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഈ കുടുംബവും അത് നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു. നിന്റെ VK സാറിനോട് ഈ കുടുംബത്തിനുള്ള പകയുടെ വ്യാപ്തി അത് നിനക്ക് ഊഹിക്കാൻ കഴിയുന്നതിനേക്കാളും അപ്പുറമാണ് നന്ദ. അതുകൊണ്ട് നീ അത്രയ്ക്കൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നന്ദ ആ VK സാറ് അയാൾ നിന്റെ പ്രൊഫസർ മാത്രമാണെന്നും അല്ലാതെ പ്രിയേച്ചിയുടെ വസന്ത അല്ലെന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഗൗതം സാർ, എന്നെ വിശ്വസിക്കണം, ഞാനായിട്ട് ഈ വീട്ടിൽ ആരും അറിയില്ലെന്നുള്ള കാര്യം നമ്മുടെ നന്ദ ഗൗതത്തിനോട് പറയണം.
അങ്ങനെ നന്ദ ആ ഗൗതത്തിന് ആ സത്യം ചെയ്ത് കൊടുക്കുക, ഞാനായിട്ട് ഒരു ദോഷത്തിനും വരില്ല എന്ന്. അപ്പോൾ അത് ഗൗതം സമ്മതിച്ചു. ഈ സത്യം ഈ കുടുംബത്തിലുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ചെയ്യാവുന്നതെല്ലാം പക്ഷെ ഞാൻ ചെയ്തിരിക്കും സാർ എന്ന് പറഞ്ഞു. ആ സാറ് പാവമാണ്, ഞാൻ തെളിയിക്കുമെന്നും BK സാറിനും പ്രിയേച്ചിയും ഞാൻ വീണ്ടും ഓർമ്മിപ്പിച്ചിരിക്കുമെന്നും പറഞ്ഞ് ഗൗതത്തിൻ്റെ മുന്നിൽ നിന്ന് നമ്മുടെ നന്ദ പറയണം. അതും പറഞ്ഞ് നന്ദ അങ്ങ് പോയി. ഗൗതം വീണ്ടും ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിങ്കി ആട്ടോ. ഇവരെല്ലാവരും കൂടെ കുശുമ്പും കുന്നായ്മയും പറയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഇതേ നമ്മുടെ പിങ്കി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ മോഹിനി അവിടെ ഇരുന്ന് ലക്ഷ്മിയോട് പറയാം, എൻ്റെ ലക്ഷ്മിയെടുത്ത് മനുഷ്യൻ്റെ മനസ്സ് മാറാനേ എത്ര നേരം വേണമെന്നാ? പ്രിയമോള് രഘുവരനുമായിട്ട് 1-2 തവണ സംസാരിച്ച് അടുത്ത് കഴിയുമ്പോഴേ പ്രിയയുടെ മനസ്സൊക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞു മോഹിനി. എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക നേരം നമ്മുടെ ലക്ഷ്മി. നന്ദയൊക്കെ അടുത്തുണ്ട്. നിശ്ചയത്തിനും കല്യാണത്തിനും ഒക്കെ പ്രിയ പുഷ്പം പോലെ സമ്മതിക്കും, നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പം പിന്നെ എന്നും പറഞ്ഞ് പവിത്ര അതിന് സംസാരിച്ചുകൊണ്ട് മനസ്സ് മാറുന്നേ. കല്യാണം കഴിച്ചിട്ട് പോലും മനസ്സ് മാറാത്ത ഒരാളാ ദേ നമ്മുടെ മുന്നിലിരിക്കുന്ന പിങ്കി ചേച്ചി എന്നും പറഞ്ഞ് പവിത്ര. പിന്നെ അല്ലേ സംസാരം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ നോക്കുന്നു നമ്മുടെ പവിത്ര. ആരൊക്കെ തലകുത്തി മറിഞ്ഞാലും പ്രിയമോൾ എന്തായാലും ഇതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു നമ്മുടെ ലക്ഷ്മി. ഇതിനെന്നല്ല വേറെ ഒരു കല്യാണത്തിനും അവളെ സമ്മതിക്കില്ല എന്ന് ലക്ഷ്മി തർപ്പിച്ചു പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ നന്ദയ്ക്ക് ആകെ ഇതായിട്ടോ, നന്ദ വലിയ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക. അവള് വസന്തവുമായിട്ട് പിരിഞ്ഞിട്ടേ ഉള്ളൂ, മറന്നിട്ടില്ലെന്നും അതിനവൾക്ക് കഴിയില്ലെന്നും അത് തന്നെയാണ് അതിൻ്റെ കാരണമെന്ന് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെ തമ്മിൽ വിവാഹം കഴിപ്പിച്ചാലോ? റീമാരേജ് നടത്തത്തില്ലേന്ന് നമ്മുടെ നന്ദ അവിടെ നിന്ന് ചോദിച്ചപ്പം മിണ്ടാതിരിക്കടി, ആ ഒരു കാര്യം നീ ഇവിടെ മിണ്ടിയാലേ നിന്നെ കൊന്നുകളയേട്ടത്തി, നിന്റെ ചാരം പോലും ഇവിടെ ബാക്കി വെച്ചേക്കാലെന്നുള്ള കാര്യം പറയാം മോഹിനി നന്ദയോട്. അത് കേട്ടപ്പം പിങ്കിക്ക് സന്തോഷമായി. വലിയച്ഛന് മരണത്തിന് കാരണക്കാരൻ ആ വസന്താണ് എന്നുള്ളതിന് എന്താ ഇത്ര ഉറപ്പെന്ന് ചോദിച്ചു നമ്മുടെ നന്ദ. അയാൾ അല്ല എന്നുള്ള കാര്യത്തിൽ നന്ദയ്ക്ക് എന്താ ഇത്ര ഉറപ്പെന്ന് പിങ്കി ചോദിച്ചു. അപ്പം അതൊരു വിശ്വാസമാണെന്നും പ്രിയച്ചിയെ പോലെ ഒരു പെണ്ണിൻ്റെ മനസ്സ് കീഴടക്കിയ ഒരാൾക്ക് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ലെന്നുള്ള വിശ്വാസമെന്ന് നമ്മുടെ നന്ദ പറഞ്ഞപ്പോൾ അന്നും ഇന്നും നന്ദമോള് പറഞ്ഞത് തന്നെയാണ് എൻ്റെയും നിലപാട്. എനിക്കറിയാവുന്ന വസന്തിന് ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ കഴിയില്ലെന്നുള്ള കാര്യം നമ്മുടെ ലക്ഷ്മി അന്നേരം പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ കൊലപാതകങ്ങളും കൂട്ടക്കൊലകളും നടത്തിയവരിൽ പലരും പുറമേ പാവങ്ങളായിരുന്നുവെന്ന് ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ നന്ദയോടും ലക്ഷ്മിയോടുമായിട്ട് പിങ്കി അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറയണം. അതുകൊണ്ട് ഈ പാവത്വവും നിഷ്കളങ്കതയൊക്കെ കണ്ട ആർക്കും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊന്നും നിൽക്കണ്ടെന്നും പിങ്കി പറഞ്ഞു. ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കണ്ട പിങ്കി, പക്ഷേ ആരെയെങ്കിലും ഏകപക്ഷികമായിട്ട് കുറ്റവാളി എന്ന് മുദ്ര കുത്തുന്നത് ദൈവത്തിന് നിരക്കുന്നതല്ല എന്ന് നന്ദ പിങ്കിയുടെ മുന്നിൽ ചെന്ന് പറഞ്ഞു. അയാൾ കുറ്റവാളിയല്ല എന്ന് ഇത്ര ഉറപ്പ് പറയാൻ നന്ദ അയാളെ കണ്ടിട്ടുണ്ടോ, പരിചയപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു പിങ്കി. അയാളെ തെറ്റുകാരനാണെന്ന് ഉറപ്പിക്കാൻ പിങ്കിക്ക് അയാളെ അറിയാവോ എന്ന് നന്ദ ചോദിച്ചു. കണ്ടിട്ടുണ്ടോ പരിചയപ്പെട്ടിട്ടുണ്ടോ എന്നും ചോദിച്ചു. പിങ്കിയുടെ വായ അടപ്പിച്ചു. പിങ്കിക്ക് മിണ്ടാട്ടോ ഇല്ല. പിങ്കി ചമ്മി ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കാം. ഒരു പരിചയമില്ലാത്ത അയാൾക്ക് വേണ്ടി നന്ദ എന്തിനാ ഇത്രയും ശക്തമായി ബാധിക്കുന്നതെന്ന് അതിലെന്തോ ഒരു രഹസ്യം ഉണ്ടല്ലോ എന്നൊക്കെ അവിടെ നിന്ന് പിങ്കി ചിന്തിക്കുന്നു. എന്തായിരിക്കും അത് എന്നൊക്കെ. ഇനി നന്ദ പറയുന്നതൊന്നും ഈ വീട്ടിൽ ആരും മുഖവിലയ്ക്ക് എടുക്കില്ല. നിമിഷത്തിന് നിമിഷം നിറവും അഭിപ്രായവും മാറിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് മോഹിനി എന്തായാലും ചോദിച്ചു. നന്ദയൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കട്ടോ, നന്ദയ്ക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. ദേ പ്രിയേച്ചിയുടെ മുറിയിൽ വെച്ച നിൽപ്പിൽ നന്ദേച്ചിയുടെ ഭാവം മാറിയതെന്നൊക്കെ പറഞ്ഞ് പവിത്ര എല്ലാം വിശദീകരിക്കുന്നു ഇവിടെ. എന്നിട്ട് ഇവർ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുന്നു. അപ്പോൾ അതെല്ലാം പവിത്രയുടെ വിശദീകരിച്ച് കഴിഞ്ഞപ്പം നന്ദയുടെ പെട്ടെന്നുള്ള ചുവടുമാറ്റം എന്തോ ഒന്നുണ്ടല്ലോ എന്ന് പിങ്കി അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുന്നു. ഒരു പിങ്കി പതുക്കെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുക. എന്നിട്ട് അതായത് നമ്മുടെ പ്രിയയുടെ മുറിയിൽ കയറി ചെന്നൊന്നും അല്ലാത്ത പോലെ നിൽക്കുന്നു. അപ്പോൾ പ്രിയ അങ്ങോട്ടേക്ക് വന്നു. പിങ്കി എന്താ ഇവിടെ വന്നേക്കെന്ന് ചോദിച്ചു. അത് പിന്നെ മുറിയിൽ വല്ലാത്ത ചൂട്, ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇങ്ങോട്ട് വന്നതാണെന്ന് പറയുമ്പോൾ മുറിയിൽ AC വർക്ക് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചേ നമ്മുടെ പ്രിയ. എന്ത് AC, കുറച്ച് നാച്ചുറൽ കാറ്റ് കൊള്ളാമെന്ന് വിചാരിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ഇങ്ങനെ പ്രിയ സോപ്പിട്ട് ഇങ്ങനെ നിൽക്കുക. കാരണം എന്താ, ആ ഫോട്ടോ കണ്ടേ പിന്നെയാണ് ആ മാറ്റം വന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് പിങ്കി അങ്ങോട്ടേക്ക് വന്നത്. ഫോട്ടോ കാണാൻ പറ്റുമെങ്കിൽ കാണാം എന്നുള്ളൊരിതിൽ ഞാൻ ടെറസിൽ തുണി വിരിച്ചിട്ടിട്ടുണ്ട്, അതൊന്ന് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു നമ്മുടെ പ്രിയ അങ്ങ് പോയി. ഈ തക്കം പാർത്ത് പിങ്കി ആ റൂം മുഴുവൻ തപ്പിത്തേടുക. അങ്ങനെ തപ്പിത്തേടി ആ ഫോട്ടോ കണ്ടുപിടിച്ചു. ആ ഫോട്ടോ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് നന്ദയും അതുപോലെ തന്നെ നമ്മുടെ VK സാറും കൂടെ നിന്ന് സംസാരിച്ചത് പിങ്കി കോളേജിൽ വെച്ച് കണ്ടിരുന്നല്ലോ, അതിനെപ്പറ്റി ചിന്തിക്കുക. അത് കഴിഞ്ഞപ്പോൾ നന്ദയായിട്ട് കാണുവാണ്. നിൻ്റെ VK സാർ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു, വസന്ത് കുമാർ അല്ലേ, പ്രിയ വസന്ത് എന്ന് പറഞ്ഞ് പിങ്കി കണ്ടുപിടിച്ച കാര്യം നമ്മുടെ നന്ദ ഇങ്ങനെ ഞെട്ടലോടെ കാണുക. അപ്പോൾ പിങ്കി ഇവിടെ ആരും അറിയരുതെന്നും
പ്ലീസ് ആരും അറിയരുതെന്നും പറഞ്ഞു. പിങ്കി ഇതാരോടും പറയരുതെന്നും. അപ്പോൾ അറിയാൻ നന്ദ, നിന്റെ VK സാറ് ഇന്ത്യ വരത്തിലെ പഴയ മരുമകൻ ഇന്ന് ഈ കുടുംബത്തിലെ ബദ്ധശത്രുവാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പിങ്കി പറയാം. അതൊക്കെ കേട്ട് നന്ദ ഞെട്ടി നിൽക്കുന്നു. നിന്റെ VK സാറ് മഹാദേവൻ വല്യമ്മാവൻ്റെ മരണത്തിന് കാരണക്കാരനായ വസന്താണ് എന്നുള്ളതറിഞ്ഞാൽ നിനക്ക് പാടാകും. VK സാറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നുള്ള കാര്യങ്ങളും പിങ്കി പറയണം. തീർത്ത് കളയും അയാൾ ഇവരെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആരോടും പറയരുതെന്ന് പറഞ്ഞ് നന്ദ കയ്യെ കാലെ പിടിക്കുക പിങ്കിയുടെ. അപ്പോൾ ഞാനായിട്ട് ഇതിവിടെ ആരോടും പറയുന്നൊന്നുമില്ല, ഞാൻ ആരോടത്ത് പറയുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ താങ്ക്സ് പിങ്കി, താങ്ക് യു പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. പക്ഷേ എൻ്റെ ആ ഉദാര്യത്തിന് നീ കനത്ത വില നൽകേണ്ടി വരുമെന്ന് പിങ്കി നന്ദയോട് പറയാം. അതിനുവേണ്ടി നീ പലതിനും വഴങ്ങിത്തരേണ്ടിയും വരും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നന്ദ ഇങ്ങനെ അമ്പരപ്പോട് കൂടി നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിക്കുന്നു. എന്തായാലും ഇതൊരു മാതിരി പൊട്ടക്കഥയായിട്ട് മുന്നോട്ട് ഇവർ കൊണ്ടുപോകുന്നു. അത്തരത്തിലുള്ള വിശേഷങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നന്ദി.